അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വാർത്തയുമായിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, മലയാള സിനിമയിലെ ഒരു വീട്ടിലെ മൂന്ന് പേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വ്യത്യസ്തതയുണ്ട്. അച്ഛൻ സംവിധാനം, അമ്മയും അച്ഛനും കൂടെയാണ് സംവിധാനം ചെയ്യുന്ന ആ സിനിമ. അതുപോലെ തന്നെ അമ്മയാണ് സിനിമയുടെ തിരക്കഥ സംഭാഷണം, അതുപോലെ തന്നെ ക്യാമറ. പിന്നെ അതിൽ അവരുടെ മകനാണ് അതിലെ നായകൻ. പിന്നെ പുള്ളിയാണ് നായകനാണ് സിനിമ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് പുതുമയുള്ള ഒരു സ്റ്റോറിയാണിത്. അപ്പൊ നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. എന്താണ് നിങ്ങൾ കലാകുടുംബമാണോ? ഇല്ല. പിന്നെ ഇങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ എങ്ങനെയാണ് ഈ ഒരു സിനിമ ഇങ്ങനെ ചെയ്യാനുള്ള ആശയം വന്നത്? ഞാൻ കുട്ടിക്കാലം മുതലേ എനിക്ക് ആഗ്രഹമുണ്ട്, സിനിമയിൽ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അല്ല, മോനെ സിനിമയിൽ നായകനാക്കാൻ വേണ്ടി അല്ല. ആദ്യം അങ്ങനെ ആയിരുന്നു. അതിൽ വെച്ച് നമ്മളൊരു വൈഫ് അഡ്വക്കേറ്റ് ആണ്, കഥ എഴുതി. നമസ്കാരം, മായ അല്ലേ? അപ്പൊ ഒത്തിരി ഡയറക്ടേഴ്സിനെല്ലാം കാണിച്ചപ്പോ അവരെല്ലാം ഒരുപാട് ഡിമാൻഡുകൾ പറയും ചെയ്യണം. അപ്പൊ വൈഫ് എന്നെ പറഞ്ഞു, അങ്ങനെ ഒത്തിരി കാശ് തന്നെ തീർന്നു. അപ്പൊ വൈഫ് എന്നെ പറഞ്ഞു, എനിക്ക് കഥാപാത്രം എങ്ങനെയാവണമെന്ന് അറിയാം, എനിക്ക് നല്ല രീതിയിൽ ക്യാമറയും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ നിർത്തിയാൽ നമുക്ക് തന്നെ അങ്ങ് ചെയ്തുകൂടെ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ മുതൽ പിന്നെ അത് ചെയ്തു. ഇതെന്നാണ് ഫിലിമിന്റെ പേര്. അതിൽ ഫിലിം ക്രിറ്റിക്സ് അവാർഡ് വൈഫ് ഇതിനുമുമ്പ് ചെയ്തതാണ്. ഇത് ചെയ്ത സിനിമ അവാർഡും കിട്ടി. അതിനുശേഷം കൊമേഴ്ഷ്യൽ. അപ്പൊ മോന് എന്നെക്കാളും ഇൻട്രസ്റ്റാ സിനിമ എന്ന് പറഞ്ഞാൽ അവന് വേറെ പഠിത്തം നല്ല രീതിയിൽ പഠിക്കും. ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ് പഠിക്കുന്നത്. എന്നാൽ പോലും അവന് സിനിമയാണ്. ഡോക്ടർ, എഞ്ചിനീയർ, IAS, IPS ഒന്നും അവന് സിനിമ നടനാവണോ. അപ്പം അത് എന്റെ ആഗ്രഹത്തിനെക്കാൾ എന്റെ മോന്റെ ആഗ്രഹമാണ് ഞാൻ നിറവേറ്റുന്നത്. അപ്പൊ സംവിധാനം എങ്ങനെ ചെയ്യാൻ തോന്നുന്നു? എങ്ങനെ പറ്റി സംവിധാനം ചെയ്യാൻ? എന്റെ വൈഫ് തന്നെയാണ് അതിന് എന്റെ ഗുരു. 2 സിനിമ ചെയ്തപ്പോ എക്സ്പീരിയൻസ് അത് എങ്ങനെയൊക്കെ പറഞ്ഞു. ആക്ഷൻ കട്ട് പറഞ്ഞു, നമ്മൾ ആക്ഷൻ കട്ട് പറഞ്ഞു. ആക്ഷൻ കട്ട് പറഞ്ഞപ്പോൾ ഓരോ സീൻസുകളും നമ്മൾ രണ്ടും ആക്ഷൻ കട്ട് പറഞ്ഞ സിനിമ സംവിധാനം ഓരോ സീൻ എടുത്തതിന് ശേഷം നമ്മൾ 3 പേരും കൂടെ ഫുൾ മോണിറ്റർ ഇട്ട് ചെക്ക് ചെയ്യുക. ആ സീൻ എങ്ങനെ ഉണ്ടെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത സീനിലേക്ക് പോകും. താങ്കൾ എവിടെ വർക്ക് ചെയ്യുന്നു? ഞാൻ KCB ഓവർസിയറാണ്. ഓക്കെ. മായ, ഇതിന്റെ തിരക്കഥ സംഭാഷണം, പിന്നെ അതുപോലെ തന്നെ സംവിധാനം, ക്യാമറ. ഈ ക്യാമറയൊക്കെ പഠിക്കാൻ വേണ്ടി ആരുടെ കൂടെ പോയിട്ടുണ്ടോ? ഇല്ല, ആരുടെയും കൂടെ പോയിട്ടില്ല. കാരണം 2 സിനിമ ചെയ്തപ്പോ ക്യാമറമാന്റെ ഒപ്പം നമ്മളും ഉണ്ടായിരുന്നു. എക്സ്പീരിയൻസ്. അതെ, അങ്ങനെയാണ് അത് ക്യാമറയുടെ ലൈറ്റപ്പും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ സീൻ ചെയ്യുമ്പോഴും അതിൽ എത്ര ലൈറ്റ് വേണം, അതായത് ആ സീനിന്റെ ടൈം, അറ്റ്മോസ്ഫിയർ, ഇപ്പൊ ഇൻഡോർ ആണോ ഔട്ട്ഡോർ ആണോ അതൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഒത്തിരി സിനിമകൾ ഞാൻ കാണുമായിരുന്നു. അപ്പൊ ഓരോ സിനിമ കാണുമ്പോഴും ഓരോ സീനിൽ ലൈറ്റ് എത്രമാത്രം യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കുട്ടിക്കാലം മുതലേ താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് സിനിമ എന്ന് പറയുന്നത് എന്റെ ഡ്രീമിലൊന്നും ഉണ്ടായിരുന്നില്ല. എഴുത്തായിരുന്നു എനിക്ക് കുട്ടിക്കാലം മുതൽ ഇഷ്ടമായിരുന്നത്. അപ്പൊ കഥയും കവിതയും ഒക്കെ എഴുതുമായിരുന്നു. സിനിമയിൽ വന്ന അദ്ദേഹത്തിന് സിനിമയോടുള്ള താല്പര്യം, അപ്പൊ എന്റെ എഴുത്തും അദ്ദേഹത്തിന്റെ താല്പര്യവും കൂടെ ആയപ്പോ അപ്പൊ ആദ്യം കഥയാണ് എഴുതിയ, സ്ക്രിപ്റ്റ് എഴുതാം എന്ന് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നു. ഈ സിനിമ മോനെ വെച്ച് തന്നെ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതെ, മോനെ വെച്ച് തന്നെ ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം അവൻ കഴിഞ്ഞ സിനിമയിലെ നായകനായിരുന്നു. അപ്പോ അവനെ അഭിനയിക്കാൻ കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ സിനിമ അവനെ കൊണ്ട് തന്നെ ചെയ്യിക്കാമെന്ന് വിചാരിച്ചത്. നിർമ്മാണവും താങ്കൾ നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നാണ്? അതെ, നിർമ്മാണം പേര് മാത്രമേ എന്റെ ഉള്ള കാശ്. അല്ല, അതുകൊണ്ട് നമ്മുടെ കാശ് മുടക്ക് പരിപാടി നമ്മളെ ഇല്ല. എന്റെ കാശൊന്നും ഇല്ല, അദ്ദേഹത്തിന്റെ കാശ് തന്നെയാണ്. എന്താണ് പേര്, നമ്മുടെ നായകന്റെ പേര്? അപ്പൊ എങ്ങനെയാണ് സിനിമ മോഹം നേരത്തെ ഉണ്ടായിരുന്നു? അപ്പൊ അച്ഛൻ പറഞ്ഞു കൊടുത്ത IPS IAS ഒന്നും വേണ്ട, എന്താണ് സിനിമ നടൻ? കാരണം നമ്മൾ റോഡിൽ ഇറങ്ങുമ്പോൾ എല്ലാവരും സെൽഫി എടുക്കുക, അങ്ങനത്തെ അതുകൊണ്ടാണോ? അത് മാത്രമല്ല, എനിക്ക് എന്താ പറയാ, ഈ സിനിമ എന്ന് പറയുന്ന ആ ഒരു ഡ്രീം വേൾഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഓരോ ക്യാരക്ടറായിട്ട് അഭിനയിക്കാൻ പറ്റും. ഇപ്പൊ സിനിമയിലാണെങ്കിലും പോലീസായിട്ട് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. തീർച്ചയായും ഡോക്ടർ ആവാം, എഞ്ചിനീയർ ആവാം, അമ്മയെ പോലെ അഡ്വക്കേറ്റ് ആവാം, അല്ലെ? അപ്പൊ അതുകൊണ്ട് എങ്ങനെയായിരുന്നു നമ്മുടെ ഈ സിനിമയുടെ നായകനായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോ പാട് തന്നെയായിരുന്നു. തെറ്റിച്ചാവല്ലോ ഡയലോഗ്? ആ ഡയലോഗൊക്കെ തെറ്റിയിട്ടൊക്കെ. അപ്പൊ അച്ഛൻ വഴക്ക് പറഞ്ഞോ? അച്ഛനും അമ്മയും രണ്ടുപേരും വഴക്ക് പറഞ്ഞു? അല്ല, ആരും കോംപ്രമൈസ് ഇല്ല. അതുകൊണ്ടാണ്, കാരണം അവർ തന്നെ ഒരു ആർട്ടിസ്റ്റ് ആയിട്ടാണ് കാണുന്നത്. മോനാച്ചല്ല അവിടെ മോൻ അച്ഛൻ അമ്മ എന്നുള്ള സംവിധാനം ഇല്ല. ഓക്കെ, അവർക്ക് എന്താണോ ആവശ്യം അവര് എന്നെ കൊണ്ട് മാക്സിമം ചെയ്യിക്കും. അപ്പൊ നമ്മൾ അതിനുള്ള ഔട്ട് കൊടുക്കുന്നുണ്ടോ? കൊടുത്തതുകൊണ്ടാണ് അവരെ നിർത്തിയത്. ഇല്ല, അപ്പോഴേ നമ്മളെ കട്ട് ചെയ്ത് മാറ്റി വേറെ ആളിനാക്കിയതല്ലേ? ഓക്കെ, താങ്കളാണ് ഇതിന്റെ എഡിറ്റർ എന്ന് പറയുന്നു. അതെങ്ങനെയാണ്? അത് കഴിഞ്ഞ സിനിമ ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്തത്. പഠിച്ചിട്ടുണ്ടോ? ഇല്ല, അതിന്റെ കഴിഞ്ഞ സിനിമ സമയത്ത് എഡിറ്ററുടെ കൂടെ ഒക്കെ ഇരുന്ന് ഞാൻ അത് ചെയ്യുന്നൊക്കെ കണ്ടുപിടിച്ചു, നോട്ടിച്ചു. അതുപോലെ തന്നെ കളറിങ്, മറ്റേ എന്ത് പറയാൻ, DI എല്ലാം താങ്കളാണെന്ന് പറഞ്ഞു.
അതെങ്ങനെയാണ്? കഴിഞ്ഞ സിനിമയിൽ ഞാൻ നല്ല ഡി ചെയ്തത് വേറെയാണ്. അപ്പൊ അവര് ചെയ്യുന്നത് കണ്ടു പഠിച്ചു അങ്ങനെ ഈ സിനിമയിൽ ചെയ്തു. നമ്മുടെ ഈ സിനിമയിൽ നമ്മൾ കട്ട ഡയലോഗ്, അതായത് ഒരുപാട് റീടേക്ക് ഒക്കെ പോയ ഒരു സീൻ എങ്ങനെ, ആ ഡയലോഗ് ഒന്ന് പറയാമോ? ഒരു സീനുണ്ട്, പാറയുടെ മുകളിൽ സീനാണ്. അതൊരു സിനിമ കാണുമ്പോൾ അത് മനസ്സിലായി. യു ആർ അറ്റ് റൈറ്റ് ടൈം റൈറ്റ് പ്ലേസ് വിത്ത് റോങ് പേഴ്സൺ. അപ്പൊ അത് തെറ്റിച്ചു. കാര്യം എന്താണ്? കാരണം അപ്പൊ ഇത് ഇംഗ്ലീഷ് സിനിമയിലല്ല, ഇംഗ്ലീഷ് പറഞ്ഞോട് ചോദിച്ചത്. തെറ്റിക്കാൻ കാരണം അതൊരു വലിയൊരു പാറയുടെ മുകളിലായിരുന്നു ഷൂട്ട് ചെയ്തത്. നല്ല ഹൈറ്റ് ഉണ്ട്, 10 അപ്പൊ ഈ ഡയലോഗ് പറയുന്ന സമയത്ത് അച്ഛനായിരുന്നു ആക്ഷൻ പറഞ്ഞത്, അമ്മയായിരുന്നു പറഞ്ഞത്? ആക്ഷൻ രണ്ടുപേരും മാറി മാറി തന്നെയാണ്. അല്ല, അമ്മ ക്യാമറ ആയിരുന്നില്ലേ? അമ്മ ക്യാമറ, അമ്മ താഴെ എന്ന് പറയുന്നത്, അമ്മ പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ അച്ഛൻ പെട്ടെന്ന് അച്ഛൻ ബാക്കിൽ നിന്ന് പറയുന്നത്. ഇതിൽ ആരാണ് ഏറ്റവും കൂടുതൽ ചൂട് വഴക്ക് പറയുന്നത്? അങ്ങനെ പറയാം, രണ്ടുപേരും ഒരുപോലെ തന്നെ. കാരണം രണ്ടുപേർക്കും ആ ഔട്ട്പുട്ട് വേണം. അതെ. അതുകൊണ്ട് ഒരു സമയത്ത് അമ്മയാണ് വഴക്ക് പറയുന്നെങ്കിൽ അച്ഛൻ കുറച്ച് കംഫർട്ട് ആയിട്ട്, അച്ഛനാണ് വഴക്ക് പറയുന്നെങ്കിൽ അമ്മ കംഫർട്ട് ആയിട്ട്. എന്നിട്ട് എങ്ങനെയായിരുന്നു പാറയുടെ മുകളില്? പാറയുടെ മുകളില് എന്താ വെച്ചാൽ അമ്മ താഴെ നിന്ന് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് കാരണം ഈ ഹൈറ്റ് എനിക്ക് പേടിയാണ്. നല്ല ആഴമുണ്ടോ? നല്ല ആഴമുണ്ടായിരുന്നു. എനിക്ക് ബോഡി ഷിവറിങ് ഒക്കെ തുടങ്ങി. നല്ല കാറ്റും. അതെ, കാറ്റും. അപ്പൊ അങ്ങനെ ഷിവറിങ് തുടങ്ങി, എനിക്ക് പേടിയായിരുന്നു. അപ്പൊ അതെന്തൊട്ട് പറയാത്തത് അവരടുത്ത്? അത് പേടിച്ചിട്ടാണ് പറയാത്തത് എന്നെ. കാരണം ഞാൻ ആ സമയത്ത് ഞാൻ ഭയങ്കര ചൂടാണ്. ഷൂട്ട് നടക്കുന്ന സമയത്ത് വീട്ടില് അമ്മ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന പോലെ അല്ല. കാരണം ടൈം വേസ്റ്റ് ചെയ്യാൻ പാടില്ല, ലൈറ്റ് പോകാൻ പാടില്ല. നമുക്ക് ആ സമയത്ത് ഇത് കംപ്ലീറ്റ്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ചൂടായിരിക്കുന്ന സമയമാണ്. അപ്പൊ എനിക്ക് താഴെ ക്യാമറ വെച്ച് ഞാൻ നിൽക്കുമ്പോൾ എനിക്കറിയാം, ഞാൻ ആ പാറയുടെ മുകളിൽ കയറിയില്ല. അച്ഛനാണ് മോനെ കൊണ്ട് പാറയുടെ മുകളിൽ പോയത്. അപ്പോ ഞാനിവിടെ താഴെ നിന്ന് നോക്കുമ്പോ എനിക്ക് അത്ര ഫീൽ ചെയ്യില്ല, അത്ര ഹൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ അത് ഒരു നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. താഴെ നല്ല കുത്തൊഴിച്ച് പുഴ പോലെ ഒഴുകിപ്പോവാണ്, വലിയ വലിയ പാറക്കെട്ടുകള്, ഈ നല്ല ചർക്കലുണ്ട്. ശകല സ്ലിപ്പായി കഴിഞ്ഞാൽ നേരെ താഴെ വന്ന് പണി കിട്ടും. നല്ല കാറ്റും ഉണ്ടായിരുന്നു, നല്ല കാറ്റും ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് മോനെ, അപ്പം ഞാൻ വഴക്ക് പറഞ്ഞപ്പം പറഞ്ഞു സമാധാനപ്പെട്, ഞാൻ പോയി നോക്കിട്ട് വരാം, വൈഫിന്റെ അടുത്ത് സമാധാനപ്പെട്, അവന്റെ രീതിയിൽ നമുക്ക് പറഞ്ഞ് നല്ല ഔട്ട്പുട്ട് കിട്ടുന്നവരെ അവൻ ചെയ്തു തരും. അല്ല, ചെന്നപ്പോ അവൻ ഈ വിറയിലാ വരയ്ക്കുന്നത്. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സീനാണ്. ആ വിറയിൽ നിന്ന് ആ സീനിൽ പറയാൻ പറ്റത്തില്ല. അപ്പൊ അവനെ കൊണ്ട് നല്ല രീതിയിൽ മെന്റൽ സപ്പോർട്ട് കൊടുത്ത് ഇന്ന് താഴെ ചെന്നിട്ട് നോക്കുന്നത് ഹൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഞാനിൽ പേടിച്ചു. പിന്നെ എന്നാൽ നല്ല ഔട്ട്പുട്ട് അതിന് തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ കഥ, തിരക്കഥാ, സംഭാഷണം, സംവിധാനം, ക്യാമറ, പിന്നെ ഇവിടെ എഡിറ്റിങ്, കളറിങ്, ഗ്രേഡിങ്, പിന്നെ ഇവിടെ നിർമ്മാണം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ബാക്കിയുള്ളവർക്ക് ഇതിൽ ജോലിയുണ്ട്? ജോലി ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടല്ല, സിനിമയില് തന്ന പണിയാണ് അവരെ പണി കളഞ്ഞിട്ട് നമ്മളും കൂടെ ആ പണി എടുക്കാന്ന് വിചാരിച്ചു. പണി കിട്ടി, ഒരുമിച്ച് നല്ല രീതിയിൽ പണി തന്നു. അതിന്റെ ഒരു അനുഭവം വെച്ചിട്ടാണ് നമ്മളതെന്നും വേണ്ട, നമ്മൾ തന്നെ ചെയ്യാന്നുള്ള രീതിയിലാണ്. ഇതിപ്പോ നിങ്ങൾ തന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ തന്നെ മറ്റേ പോസ്റ്റ് അടിക്കാൻ പോകുന്നു, ക്യൂബിൽ ഓടിയാൻ പോകുന്നു. അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു മദ്രാസിൽ നിന്നാണ് സ്റ്റണ്ട് മാസ്റ്റർ ഇറക്കിയത്. അത് ഞാൻ പറയാൻ പറ്റുക, ഈ സിനിമയുടെ സ്റ്റണ്ട് മാസ്റ്റർ കൂടെയാണ്. സ്റ്റണ്ട് മാസ്റ്റർ വിട്ട് റോപ്പിൽ വീഴുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ സിനിമയിൽ. അതിൽ റോപ്പിൽ നമ്മൾ ഒരാളെ കയറ്റിയിട്ട് റോപ്പ് ജസ്റ്റ് വേണ്ടി ബിയർ കുപ്പിയിലെ ഇടുപ്പിൽ ഇടിച്ച് അവന്റെ ഈ സൈഡ് ചെറുതായിട്ട് ഭാര്യയിൽ പൊട്ടി ഹോസ്പിറ്റലായി. അത് അന്ന് രാത്രിയോടെ തന്നെ സ്റ്റണ്ട് മാസ്റ്റർ ഞാൻ പാക്കപ്പ് ചെയ്ത്. സ്റ്റണ്ട് പഠിച്ചിട്ടുണ്ടോ? സ്റ്റണ്ട് ഞാൻ ഒരു സ്പോർട്സ്മാൻ ആണ്. നമ്മൾ അടുത്തിരിക്കാമോ? കിട്ടില്ല. ഒരു സ്പോർട്സ്മാനെ സംബന്ധിച്ച് എല്ലാ ഇതിലും 5 നാഷണൽ മെഡലാണ്, 2 നാഷണൽ ഗെയിംസ്, 3 നാഷണൽ മെഡലാണ്. അങ്ങനെയാണ് KICTയിൽ ജോലി കിട്ടിയത്. തകർത്ത ഒരാളാണ്. അപ്പൊ അത് പോട്ടെ, ഈ സ്റ്റണ്ടിൽ ഇറങ്ങിയത് വീട്ടിൽ നിന്ന് ഇടിയിട്ടുണ്ടായിരുന്ന വൈഫിന്റെ? അതല്ലേ എക്സ്പീരിയൻസ് കൂടുതലല്ലേ, എക്സ്പീരിയൻസ് നല്ല രീതിയിൽ കിട്ടും. എന്ന് രാവിലെ തുടങ്ങും രാവിലെ അങ്ങനെ സമയം കൊടുക്കും. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തിരിച്ചു തരാം, ഒരു സ്ത്രീയല്ലേ, നമ്മൾ എന്നെ പിന്നെ എടുത്തോട്ട് പോകണം. അതുകൊണ്ട് നമ്മൾ അത് കിട്ടുന്ന വാങ്ങിച്ചോണ്ട് വേണ്ടായിരിക്കും. അപ്പൊ ഇത് എന്നാ റിലീസ്? റിലീസ് 31st ആണ്. സിനിമയുടെ പേര് പറയാൻ പറ്റുമോ? ദ മിസ്റ്റേക്കർ ഹൂ എന്നാണ് സിനിമയുടെ പേര്. മെയ് 31st ആണ് റിലീസ് ആവുന്നത്. പിന്നെ ആർട്ടിസ്റ്റൊക്കെ കൂടുതലും പുതിയ ആൾക്കാർ തന്നെയാണ്. അതെങ്ങനെ ഓഡിഷൻ വെച്ചിട്ടാണോ? ഓഡിഷൻ വെച്ചു. പിന്നെ നമ്മള് ഈ പലരോടും പറഞ്ഞിരുന്നു നമുക്ക് ഇങ്ങനെ ഈ പ്രായത്തില് ഇങ്ങനെയുള്ള കുട്ടികളെ അതെ, അവർ പെർഫോം ചെയ്ത് നോക്കിയിട്ടാണ് അവർ സെലക്ട് ചെയ്തത്. അപ്പൊ പുതിയ 2 പെൺകുട്ടികൾ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. 2 പേരും നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അവർ ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്.
പക്ഷെ മോനോട് ദേഷ്യപ്പെട്ടതുപോലെയൊന്നും അവരോട് ഞാൻ ദേഷ്യപ്പെട്ടിട്ടില്ല. കാരണം പുതിയ കുട്ടികളാണ്, അവർക്ക് എന്നെ അറിയില്ല, എനിക്ക് അവരെ കുറിച്ചും അറിയില്ല. പിന്നെ നമ്മൾ അവരൊരു കംഫർട്ട് സോണിൽ ഒന്ന് സോഫ്റ്റ് ആയിട്ടൊക്കെ പറഞ്ഞ് റീടേക്ക് ഒക്കെ ഒരുപാട് വേണ്ടി വന്നു എങ്കിലും അവര് നന്നായിട്ട് ചെയ്തു. പറയുന്നത് അവർ ചെയ്യാൻ തയ്യാറായി, അങ്ങനെ നന്നായിട്ട് ചെയ്തു. റൊമാൻസ് സീനൊക്കെ ഉണ്ടായിരുന്നില്ലേ? അപ്പൊ അവിടെ എങ്ങനെയായിരുന്നു ആ ഒരു എന്ന് വെച്ചാൽ ഒരു സൈഡിൽ അച്ഛൻ ഒരു സൈഡിൽ അമ്മ, അപ്പം അവരെ മുമ്പ് വെച്ച് എങ്ങനെ ഈ തൊട്ടഭിനയിക്കും? അതിൽ ഇത്തിരി വീക്കായി, ആദ്യം കുറച്ച് കഷ്ടപ്പാട്. അപ്പൊ അച്ഛൻ ചെന്ന് അഭിനയിച്ച് കാണിച്ചു കൊടുത്താ? ഇങ്ങനെ തൊടാൻ പറഞ്ഞ കൈ ഇങ്ങനെ വെക്കുള്ളൂ, തൊടൂല. അപ്പൊ താങ്കൾ അഭിനയിച്ച് കാണിച്ചു കൊടുത്താ? ഞാൻ അഭിനയിച്ച് കാണിച്ചു, വൈഫിന്റെ പുറത്ത് കഴിച്ച് ഇങ്ങനെ വെച്ച് കാണിച്ചു കൊടുത്തു. അല്ലാതെ അടുത്ത കുട്ടി വൈഫിന്റെ അടുത്ത് ഇങ്ങനെയാണ് മോനെ റൊമാൻസ് എന്ന് പറഞ്ഞാൽ നമ്മള് ചെയ്ത് കാണിച്ചു. എന്നിട്ടും ആദ്യം കുറച്ച് അവന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിന് കുറച്ച് പിന്നെ പറഞ്ഞു ക്യാരക്ടർ നന്നാവണം, നീ എന്നൊരു വ്യക്തിയല്ല, ക്യാരക്ടർ നല്ല രീതിയിൽ നമ്മൾ ഔട്ട് വരുമ്പോഴത്തേക്ക് നന്നായിരിക്കണം എന്ന് പറഞ്ഞപ്പോ ആദ്യത്തെ ഒരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ ക്യാരക്ടറായിട്ട് അവൻ സെറ്റായി നല്ല രീതിയിൽ അതും ചെയ്തായിരുന്നു. ആ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? നല്ല പാടായിരുന്നു എന്നാ ആദ്യം തുടക്കം. പിന്നെ അത് വെച്ചാൽ അച്ഛനും അമ്മ നിൽക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയായിരുന്നു? പിന്നെ എന്നാലും ഗറിയോട്ടൊക്കെ അപ്പൊ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, അപ്പൊ വേറെ സിനിമയിൽ ഇനി അവസരം കിട്ടുമ്പോഴത്തേക്കും തൊട്ട് അഭിനയിക്കുക അതൊക്കെ ഒരുപാട് സീൻസൊക്കെ വരും. ഒരു ക്യാരക്ടർ ഒരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ അങ്ങനെ ചെയ്തേ പറ്റും ഇല്ലേ? അപ്പൊ മോനെന്ന രീതിയിൽ അച്ഛനും അമ്മയോടെങ്കിലും അഭിനയിക്കുമ്പോൾ എന്നാലും നമ്മൾ വേറെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഔട്ട് അച്ഛനും അമ്മയും കാണുമല്ലോ. പക്ഷേ അഭിനയിക്കുന്ന സമയത്ത് ലൈവായിട്ട് കാണുമ്പോൾ നമുക്കൊരു എന്താ പറയാ എനിക്കറിയില്ല. പിന്നെ അച്ഛൻ പറഞ്ഞു തന്നപ്പോഴത്തേക്ക് അച്ഛൻ സപ്പോർട്ട് ചെയ്തപ്പോ പിന്നെ നമ്മൾ അങ്ങ് ആയി, ക്യാരക്ടറായി. ക്യാരക്ടറിന് വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മളെ ക്യൂബിൽ ലോഡ് ചെയ്യാൻ പോകുന്നല്ലേ? ചെയ്തു. അതിന്റെ ഒരു ഇതെങ്ങനെയാണ് ബാക്കിയുള്ള? ഇപ്പൊ എത്ര തിയേറ്ററാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നമ്മള് 30ഓളം തിയേറ്ററാണ് പറഞ്ഞിരിക്കുന്നത് കേരളത്തില്. ഫിയോക്കാണ് വിതരണം ഏറ്റെടുത്തിട്ടുള്ളത്. അവരായിട്ട് എഗ്രിമെന്റ് എല്ലാം വെച്ചായിരുന്നു. ഇപ്പം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അടുത്ത നെക്സ്റ്റ് എറണാകുളത്ത് പോകും. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാനിങ് ഇരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട അടുത്താണ്, കാരണം ഈ സിനിമ റിലീസ് ആകുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാൻ ആദ്യം ദൈവത്തിനോടാണ്. കാരണം ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അത് ദൈവത്തിനോടാണ് ആദ്യം നന്ദി പറയുന്നത്. കാരണം നമ്മൾ ഈ സിനിമ സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങിയ സമയത്ത് ബാക്കി എല്ലാ കാര്യങ്ങളിലും ഓരോ സമയത്തും നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ആ ലാസ്റ്റ് മൊമെന്റ് വരെ നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് അടുത്ത നിമിഷം ആ കൃത്യ സമയത്ത് അത് കിട്ടേണ്ട സമയത്ത് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവര് രണ്ടുപേരും ഒരുപോലെ കഷ്ടപ്പെട്ടതാണ്. നമ്മള് പ്രത്യേകിച്ച് ഷൂട്ട് ഒരു 32 ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ബോണക്കാട് പ്രേത ബംഗ്ലാവ് എന്ന് പറഞ്ഞ ആ ലൊക്കേഷനിലായിരുന്നു. ഹൊററാണ്, ഹൊററും സസ്പെൻസും ഒക്കെ ഉണ്ട്. അതെ, ഈ സിനിമയുടെ ഫുൾ ടൈം ഐ മീൻ ലാസ്റ്റിലത്തെ സീൻ വരെ സസ്പെൻസ് നിലനിർത്തുന്നുണ്ട്. അതെ, ക്യൂരിയോസിറ്റി നിലനിർത്തുന്നുണ്ട്. അപ്പോ ഇനി എന്തെന്ന് പറയാൻ പറ്റാത്ത രീതിയിലാണ് സിനിമ. അതെ, ബോറടിക്കില്ല, ആ ഒരു ഗ്യാരണ്ടി ഞങ്ങൾ തരുന്നുണ്ട്. ഫുൾ ടൈം ആ സിനിമ തുടക്കം മുതൽ അവസാനം വരെ ഓരോ സീൻ കഴിയുന്തോറും ഒരു സസ്പെൻസ് ഉണ്ടാവും. അവർക്ക് ബോറടിക്കില്ല, കണ്ടത് വേണ്ടായിരുന്നു എന്ന് അവർക്ക് തോന്നില്ല. അങ്ങനെ അത് ബോണക്കാട് ബംഗ്ലാവില് എന്ന് പറയുമ്പോൾ എല്ലാരും നമ്മളോട് പറഞ്ഞു പേടിക്കണം, അവിടെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടത്. പക്ഷെ നമ്മൾ ഈ സിനിമ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് തന്നെ അങ്ങനെ ഒരു വലിയ ബംഗ്ലാവ്, ലോൺലി ആയിട്ടുള്ള ഒരു ബംഗ്ലാവ് വേണമെന്ന് നമുക്കുണ്ടായിരുന്നു. പലയിടത്തും പോയി നോക്കിയിട്ട് അതൊന്നും ശരിയായില്ല. അങ്ങനെയാണ് യൂട്യൂബിലാണ് ഇതിന്റെ വീഡിയോ ഒക്കെ കാണുന്നത്. പക്ഷെ കണ്ടതെല്ലാം പേടിപ്പെടുത്തുന്നതായിരുന്നെങ്കിലും നമ്മളൊന്ന് തീരുമാനിച്ചു എന്തായാലും ഒന്ന് പോയി നോക്കാം. അതെനിക്ക് ആ ലൊക്കേഷൻ നമുക്ക് ഇഷ്ടപ്പെട്ടു. അതെ, അങ്ങനെ ഒരു ബംഗ്ലാവ് നമുക്ക് ആവശ്യമായിരുന്നു. ട്രിവാൻഡ്രം ഓൾമോസ്റ്റ് ട്രിവാൻഡ്രം തന്നെയാണ്. കാരണം നമുക്ക് ട്രാവൽ ചെയ്യാനോ നമ്മുടെ കംഫർട്ട്, അതുകൊണ്ടാണ് നമ്മൾ ലൊക്കേഷൻ പോലും ഇത്രയും സ്ട്രെയിൻ എടുത്ത് നോക്കേണ്ടി വന്നത്. അതെ, അപ്പോ അന്ന് ബോണക്കാട് ബംഗ്ലാവില് ഞങ്ങൾ 3 പേരുമാണ് ആദ്യമായിട്ട്. ഞങ്ങൾ വേറെ ആരെയും കൂട്ടില്ല, ഞങ്ങൾ 3 പേര് മാത്രമായിട്ട് പോയി. അവിടുത്തെ ലോക്കൽസിനോട് വഴി ചോദിച്ചു. അവര് വഴി കാണിച്ചു. പക്ഷെ പോകുന്ന വഴി ടാറിട്ട വഴി പോലും അല്ല, അത്രയും ഡേഞ്ചറസ് ആയ വഴിയാണത്. അപ്പൊ നമ്മൾ അന്ന് പോയി പകല് മുഴുവൻ ഷൂട്ട് ചെയ്തു. പകല് കണ്ടിന്യൂസ് ഷൂട്ട് കഴിഞ്ഞിട്ട് രാത്രിയും കണ്ടിന്യൂസ് ഷൂട്ട് പോവേണ്ടി വന്നു. കാരണം
നമുക്ക് നൈറ്റ് ഷൂട്ടും അവിടെ ഉണ്ട്. പല സീൻസും നൈറ്റിൽ വരുന്നുണ്ട്. പക്ഷെ എല്ലാരും പറഞ്ഞിരുന്നു പേടിക്കണോന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മള് ഇനി പ്രേതം ഉണ്ടെങ്കിൽ തന്നെ കാണാം. പക്ഷെ ഈ സമയത്ത് കഷ്ടത അനുഭവിച്ചെന്തെങ്കിലും? കഷ്ടത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഒരു ദിവസം പകല് രാവിലെ തുടങ്ങി റെസ്റ്റ് ഇല്ലാതെ ഫുൾ ഷൂട്ട് ചെയ്യുന്നു. കുറെ പേരുടെ സീൻസ് കഴിയുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത സെറ്റ് ആൾക്കാരുടെ ഷൂട്ട് അവിടെ നടക്കുന്നുണ്ട്. എല്ലാം പ്ലാൻ ഓൾറെഡി പ്ലാൻഡ് ആയിരുന്നു. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കുറച്ചുകൂടെ സ്പീഡിൽ നമുക്കത് ചെയ്യേണ്ടി വന്നു. അല്ല, നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാട്ടി നമ്മൾ ഇത്ര കിട്ടും എന്നൊരു പ്രതീക്ഷ ഉണ്ട്. അതിനെക്കാട്ടി ഓവറായിട്ട് നമുക്ക് ഔട്ട് കിട്ടിയോ? കിട്ടി. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും നന്നായിട്ട് നമുക്ക് ഔട്ട്പുട്ട് ഒക്കെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും സന്തോഷം. ഈ സിനിമ ഈ മാസം 31 റിലീസ് ആവുകയാണ്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട്, കട്ട സപ്പോർട്ട് ഉണ്ടാവണം. അപ്പൊ അതുപോലെ അവർ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു നല്ലൊരു സിനിമ ആയിരിക്കും എന്നാണ് അവര് അവകാശപ്പെടുന്നത്, അല്ലേ? അതെ. എന്തായാലും എല്ലാവിധ ആശംസകളും. പ്രേക്ഷകർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. പ്രത്യേകിച്ച് പറയാനുള്ളത്, ദൈവം പറഞ്ഞാൽ സങ്കല്പിക്കുന്നത് മനുഷ്യരാണ്. ആര് ദൈവത്തിനെ കണ്ടില്ല. നിങ്ങളാണ് നമ്മളെ ദൈവം. കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു വാക്ക് എല്ലാവർക്കും പറയുക. നമുക്ക് സിനിമാ പാരമ്പര്യമോ ഒരു കുടുംബത്തിലോ ആരും സിനിമാ പാരമ്പര്യമുള്ളവരല്ല. ഒരു കുടുംബത്തിന്റെ കഷ്ടപ്പാടാണ്. നിങ്ങൾ കണ്ടിട്ട് കൊള്ളാമെങ്കിൽ വേണം നിങ്ങൾ പറയണം, ഒന്ന് വിജയിപ്പിക്കണം. അത്രേ എനിക്ക് പറയാനുള്ളത്. എന്താണ് മോന് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ സിനിമ നിങ്ങൾ ഒരു സിനിമയായിട്ട് വന്ന് കാണണം. കാരണം ഇത് എല്ലാം ഈ ഒരു ഫാമിലിയാണ് ചെയ്തതെന്ന തരത്തിൽ ജഡ്ജ് ചെയ്ത് ഒരിക്കലും. കാരണം അങ്ങനെയല്ല ഒരു ഔട്ട്പുട്ട് വന്നിരിക്കുന്നത്. കാരണം റിവ്യൂ ഒക്കെ കണ്ടപ്പോഴും എല്ലാവരും നല്ല മേക്കിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുമ്പോഴേ അത് മനസ്സിലാകുകയുള്ളൂ. ഈ 3 പേര് വിചാരിച്ചാലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോഴും നിങ്ങൾ വന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. എന്താണ് പറയാനുള്ളത്? ഈ സിനിമയിൽ നമ്മുടെ ഇപ്പൊ സമൂഹത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നമായ ഒരു കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. വളരെ സീരിയസ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അത് നമ്മുടെ ഇടയിൽ എല്ലാവരുടെ ഇടയിലും സംഭവിക്കുന്നുണ്ട്. മറ്റൊരാളാണ് ചെയ്യുന്നെങ്കിൽ പോലും അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് അതിന്റെ അടുത്ത് നിൽക്കുന്നവർക്കോ ചുറ്റും നിൽക്കുന്നവർക്കോ ഒക്കെ എഫക്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്. അങ്ങനെ പലർക്കും പല വിഷമങ്ങളും ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു വലിയ സീരിയസ് ആയ പ്രശ്നം നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ പലരും പലപ്പോഴും ചിന്തിക്കാതെ പോകുന്ന കാര്യങ്ങൾ ഇനിയെങ്കിലും ഒന്ന് ചിന്തിക്കണം എന്ന് നമുക്ക് തോന്നും ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ. അങ്ങനെ ഒരു മെസ്സേജാണ് ഇതിൽ കൊടുക്കുന്നത്. പല മേഖലയിലുള്ളവരെയും ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും വിമർശിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഈ സിനിമയിലുണ്ട്. അത് വിമർശനം എന്നതിലുപരി അതൊരു ഓർമ്മപ്പെടുത്തലാണ്, നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് എന്ന് വിചാരിച്ചിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് നമുക്ക് അതിന്റെ ഒരു മാറ്റം വരുത്താൻ എങ്ങനെ കഴിയും എന്ന് ഒരാളെങ്കിലും ചിന്തിച്ചാൽ ഞങ്ങളുടെ ഈ സിനിമയ്ക്ക് ഒരു വിജയം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എല്ലാവരോടും പറയുന്നത്, ഞങ്ങൾ ഫാമിലി ആയിട്ട് ചെയ്തൊരു സിനിമയാണ്. ഞങ്ങളുടെ ഫുൾ ടൈം ഒരു വർഷത്തോളമുള്ള കഷ്ടപ്പാടാണ് ഈ സിനിമയുടെ ഔട്ട്പുട്ടായിട്ട് വരുന്നത്. പക്ഷെ അപ്പോഴും നിങ്ങളോട് പറയുന്ന ഇതൊരു വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്, ഒരു ബ്രഹ്മാണ്ഡ സിനിമയാണ്, ഒരു പാൻ ഇന്ത്യൻ മൂവിയാണ് എന്ന രീതിയിലൊന്നും നിങ്ങൾ ഈ സിനിമയെ കാണരുത്. ഒരു സിനിമ ആരെയും ഇതുവരെ ആരും പറയാത്ത കഥ അങ്ങനെയും പറയുന്നില്ല. പറയേണ്ട ഒരു കഥ പറയണമെന്ന് തോന്നി അങ്ങനെ പറയുന്നതാണ് ഒരു സിനിമ. അതിന് യാതൊരു മുൻവിധികളും യാതൊരു പ്രതീക്ഷകളും ഒന്നും ഇല്ലാതെ കാണണം. കണ്ടതിന് ശേഷം നിങ്ങൾ അഭിപ്രായം പറയുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോടും നിങ്ങളുടെ വീടിനടുത്തുള്ളവരോടും നിങ്ങൾക്ക് പരിചയക്കാരോടും ഒക്കെ കാണാൻ പറയണം. കണ്ടിട്ട് ഞങ്ങളോട് അഭിപ്രായം അറിയിക്കണം. എല്ലാവരും ഈ സിനിമ കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം. എന്തായാലും ഈ മാസം 31 മെയ് 31 നമ്മുടെ ഈ സിനിമ റിലീസാവുകയാണ്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ഫുൾ സപ്പോർട്ട്. അങ്ങനെ പുതിയതായിട്ടൊരു നമ്മുടെ മലയാള സിനിമയ്ക്ക് ഒരു നായകനെ കിട്ടുന്നു. അതുപോലെ തന്നെ സംവിധായകൻ, ക്യാമറ എല്ലാം. അപ്പൊ അതുകൊണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക, വിജയിപ്പിക്കുക.